ഹായ് ഫ്രണ്ട്സ്, കാരിസ് ഫോർ അക്കൗണ്ടൻസിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡും അപ്പോൾ തന്നെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും. മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് നമുക്ക് എക്സ്റ്റൻഷനും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡുമാണ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവായിട്ട് കാണുക. അതിൽ ആ ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന പ്രൈസാണ് പി, അതിലുണ്ടാകുന്ന ക്വാണ്ടിറ്റിയാണ് ക്യൂ. ഓക്കെ, ഇതാണ് ശരിക്കുമുള്ള ഡിമാൻഡ് കർവ്. അങ്ങനെ ഇരിക്കുമ്പം പ്രൈസ് കൂടിയാൽ, അതായത് പ്രൈസ് കൂടിയാൽ ഉടനെ നമുക്ക് ആ പ്രൈസിൽ എത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കിക്കോളൂ. എത്രയും വരും? ദാണ്ട് ഇവിടെ വരും ക്വാണ്ടിറ്റി, കണ്ടോ? ഓക്കെ, പ്രൈസ് പിന്ന് P1 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പം ക്വാണ്ടിറ്റി Qന്ന് Q1 ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഇനി പ്രൈസ് കുറയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് കുറയുമ്പോൾ എങ്ങനെയാണ്? പ്രൈസ് കുറഞ്ഞപ്പം ഡിമാൻഡ് കർവ് ഇവിടെയാണ് വന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി എത്രയും വരും? കണ്ടോ, ക്വാണ്ടിറ്റി ഇവിടെ വന്നു. അതായത് പിയിൽ നിന്ന് P2 ആയിട്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ Qന്ന് Q2 ആയിട്ട് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. മനസ്സിലായി? അതായത് പ്രൈസ് കൂടുമ്പം ക്വാണ്ടിറ്റി കുറയുന്നു, പ്രൈസ് കുറയുമ്പം ക്വാണ്ടിറ്റി കൂടുന്നു. ഇതാണ് മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് അഥവാ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് നോക്കിക്കോളൂ. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതർ തിങ്സ് റിമെയിൻസ് ദി സെയിം എനി ഫാൾ ഇൻ ദി ഡിമാൻഡ് ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഇനി എക്സ്റ്റൻഷൻ അഥവാ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അതെന്ന് പറഞ്ഞാൽ എനി ഇൻക്രീസ് ഇൻ പ്രൈസ് അല്ലെങ്കിൽ എനി റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാൾ ഇൻ പ്രൈസ്. അതായത് പ്രൈസ് കുറയും, ഡിമാൻഡ് കൂടുകയും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അഥവാ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞ കേസാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അതായത് Q1 ആയിട്ട് ഡിക്രീസ് ചെയ്യും, അപ്പോൾ തന്നെ പ്രൈസ് പിന്ന് P1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് അഥവാ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞ കേസ് ഡിമാൻഡ് കൂടി, പ്രൈസ് കുറഞ്ഞു, പിന്ന് P2 ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഇത് ക്വാണ്ടിറ്റി ആണെങ്കിൽ Qന്ന് Q2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. മനസ്സിലായി? ദി ഡിമാൻഡ് അലോങ് ദി കർവ് ക്യാൻ ബി ഇൻ എനി ടു ഡയറക്ഷൻ. ഒന്നെങ്കിൽ അപ്വേർഡ് ആവാം അല്ലെങ്കിൽ ഡൗൺവേർഡ് ആവാം. നോക്കിയോളൂ, ദിസ് മൂവ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അതായത് അപ്വേർഡ് ആകുമ്പോൾ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് നമ്മൾ നേരത്തെ കണ്ടു. ഏതാ? പിന്ന് P1 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, മേളിലോട്ട് പോകുന്നു, അപ്വേർഡ്. ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്. അതായത് പിന്ന് P2 ആയിട്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ കൂടുന്നു. അതിനെയാണ് ഡൗൺവേർഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അഥവാ ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെൻ ഡിമാൻഡ് ചേഞ്ചസ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മൂവ്മെൻറ്റ് ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞത് ചേഞ്ച് ഇൻ പ്രൈസിൽ ഉണ്ടാകുമ്പോൾ ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാൽ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, കസ്റ്റം ആൻഡ് ഹാബിറ്റ്സ്, ഫാഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് ഡിമാൻഡ് കർവാന്ന് ചിന്തിക്കുക. പിയും ക്യൂവും പ്രൈസ്, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് പിയും ക്യൂവും. അങ്ങനെ ഇരുന്നപ്പോഴും ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സെയിം പ്രൈസിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക്
ഇവിടെയാണ് കിട്ടുന്നത്. Q1 എന്ന് പറയുന്നത് ഇവിടെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ സെയിം ക്വാണ്ടിറ്റിയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ സെയിം ക്വാണ്ടിറ്റിയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് ദാണ്ട് ഇവിടെ വരും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് D1 എന്ന് പറയും. D1 ഇവിടെ P1 Q1. ഓക്കെ, അതായത് സെയിം പ്രൈസിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു, സെയിം ക്വാണ്ടിറ്റിയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? ഇതേപോലെ തന്നെ സെയിം പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഈ സെയിം പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സെയിം പ്രൈസ് Pയിൽ നിന്ന് ക്വാണ്ടിറ്റി Q എന്നുള്ളത് Q2 ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ സെയിം ക്വാണ്ടിറ്റിയിൽ നിന്ന് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ കാണിക്കണം. സെയിം ക്വാണ്ടിറ്റിയിൽ നിന്ന് പ്രൈസ് ഡിക്രീസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ P2 വരുന്നത്. അപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ രണ്ട് ഇൻ്റർസെക്ഷൻ പോയിൻറ്റിലെ ഈ രണ്ട് ഇൻ്റർസെക്ഷൻ പോയിൻ്റ് വെച്ച് വേണം നമ്മളെങ്കിൽ ഈ പറഞ്ഞ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ. അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞത് സെയിം പ്രൈസിൽ നിന്ന് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സെയിം ക്വാണ്ടിറ്റിയിൽ നിന്ന് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഈ D1 എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് കിട്ടിയത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഈ സെയിം പ്രൈസ് നിർത്തിക്കൊണ്ട് ക്വാണ്ടിറ്റി Q എന്നുള്ളത് Q2 ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. നിങ്ങൾ നോക്കേണ്ടതുണ്ട്, ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ കിട്ടുന്ന ആ ഇൻ്റർസെക്ഷൻ വെച്ച് വേണം നമ്മളെങ്കിൽ കണ്ടുപിടിക്കാം, എന്നാലേ ആ ഡിമാൻഡ് കർവ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതേപോലെ തന്നെ ആ സെയിം ക്വാണ്ടിറ്റിയിൽ നിന്ന് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു. കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ D2 എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് കിട്ടും. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ഇൻ എനി ഓഫ് 2 സൈഡ്സ്. ഇനി പറയുന്ന രീതിയിൽ ഏതെങ്കിലും 2 സൈഡിലോട്ടാണ് ഈ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആവാം. അതിനെ നമ്മൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ഷോസ് മോർ ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡഡ് അറ്റ് സെയിം പ്രൈസ്, അല്ലെങ്കിൽ ഹയർ പ്രൈസ് ഈസ് ഓഫേർഡ് ഫോർ സെയിം ക്വാണ്ടിറ്റി. അത് നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്ത ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് അഥവാ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കിയോളൂ. ഫാൾ ഇൻ പ്രൈസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് നോക്കിയോളൂ. അതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഷോസ് ലെസ് ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡഡ് അറ്റ് സെയിം പ്രൈസ് ഓർ ലോവർ പ്രൈസ് ഈസ് ഓഫേർഡ് ഫോർ ആ സെയിം ക്വാണ്ടിറ്റി. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് മുമ്പ് ഡിമാൻഡ് കർവ് ഡിസ്കസ് ചെയ്തായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ മൂവ്മെൻറ്റ്സ് ഓഫ് ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ദയവ് ചെയ്ത് അയച്ചു കൊടുക്കുക. അവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടും. ഇച്ചിരി കൺഫ്യൂഷനായിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇനിയും വേറെ ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അത് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഡിമാൻഡ് ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു വീഡിയോ ഇടാനിടയായത്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.